ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നേ തമിഴ്നാട് സ്പെഷ്യൽ വെൺപൊങ്കലും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ വിശേഷങ്ങൾക്കും പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന ഐറ്റമാണ് കേട്ടോ ഈ പൊങ്കൽ. അപ്പോൾ എന്തായാലും ഞാൻ തമിഴ്നാട്ടിലായത് കാരണം കൊണ്ട് ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വെച്ചു. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ടേ 1.5 ഗ്ലാസ് അളവിന് ബിരിയാണി അരി, 100 ഗ്രാം അളവിന് ചെറുപയർ പരിപ്പും ഞാൻ നല്ലോണം ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പച്ചരി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 600 മില്ലി പാലും 1 ഗ്ലാസ് അളവിന് വെള്ളവും പാടെ ചേർത്തിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് പാലുണ്ട് കേട്ടോ. മൊത്തം 4 കപ്പ് വെള്ളമാണ് കണക്ക്. പാലും വെള്ളവും പാടെ ചേർത്തിട്ടാണ് 4 കപ്പ്. ഇതിലിപ്പോൾ 2 കപ്പ് പാലുണ്ട്. ഇനി നമുക്ക് 2 കപ്പ് വെള്ളവും വേണം കേട്ടോ. പാലൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാറണേ. ഇനി നമുക്ക് താളിക്കാനേ കുക്കർ അടുപ്പിൽ വെച്ചിട്ട് 50 മില്ലി നെയ്യാണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് 1/2 സ്പൂണ് ജീരകവും 10 കുരുമുളകും ഇട്ടുകൊണ്ട് പൊട്ടിച്ചെടുക്കുക. അടുപ്പ് സിമ്മിൽ വെച്ചതിന് ശേഷം ആദ്യം നമുക്ക് 1 കപ്പ് വെള്ളം പതുക്കെ ഒഴിച്ചു കൊടുക്കുക. പതുക്കെ ഒഴിച്ച് വെക്കണേ, ഇല്ലെങ്കിൽ മോത്തേക്ക് തെറിക്കും. കാരണം എണ്ണയിൽ വെള്ളം വീത്തല്ലേ. 1 കപ്പ് കൊണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ബാക്കി 1 കപ്പ് വെള്ളവും പാലും പാടക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ കുക്കറിലേക്ക്. ഇനി അതിലേക്ക് കഴുകി വെച്ച അരിയും പരിപ്പും കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അതിൻ്റെ ഇളക്കിയാണ്ട് എടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പും കണ്ട് നോക്കണം ഇട്ടപ്പോൾ അതിൻ്റെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. 4 വിസിൽ വെക്കണേ. 1 വിസിൽ വന്നതിന് ശേഷം നമുക്ക് അടുപ്പ് ഒന്നൊന്ന് സിമ്മിൽ വെക്കാം. 2 വിസിൽ വന്നാലേ അടുപ്പൊക്കെ ഒന്നുകൊണ്ട് ഓഫാക്കി വിസിലൊക്കെ പോയതിന് ശേഷം ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണേ. എന്നിട്ട് 2 വിസിലും കൂടിയും വെച്ചാൽ മതി. പരിപ്പും അരിയും പാലൊക്കെ ഇട്ടതല്ലേ, അടി പിടിക്കും. അതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ അരിയും പരിപ്പൊക്കെ പാലിലൊക്കെ കിടന്ന് നല്ല വെന്തൊക്കെ വന്ന് അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇനി ഇതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താ സ്മെല്ലെന്നറിയോ ആ പരിപ്പിൻ്റെ അരിൻ്റെ ഒക്കെ. ഇനി നമുക്കേ നെയ്യൊന്ന് വറുത്ത് കൊട്ടണം. എന്താ താളിക്കണ കയ്യിലൊക്കെ വെച്ചിട്ടേ 1 സ്പൂൺ അളവിന് നെയ്യാണ്ട് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നല്ലോണം നണ്ട് ചൂടാറട്ടെ. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് കൊണ്ടിട്ടിട്ടാണ് നല്ലോണം നണ്ട് മൂപ്പിച്ചെടുക്കുക. ആ മൂപ്പിച്ചെടുത്ത അണ്ടിപ്പരിപ്പിനെയും ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അതിൽ കണ്ടിട്ട് കൊട്ടിയ നല്ല സ്മെല്ലാണ് കേട്ടോ. വീട് മൊത്തം സ്മെല്ലുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അടിപൊളി തമിഴ്നാട് സ്റ്റൈലിലുള്ള പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സാമ്പാറും തേങ്ങാ ചട്നിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നമ്മൾ വേറൊരു വീഡിയോയിലേക്ക് കാണാം.